ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. ഇന്ന് നമുക്കൊരു നാടൻ ഊണ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പയറ് കറിയിലോട്ട് കിടക്കാം. പയറ് കറി എന്ന് പറയുമ്പോൾ വള്ളിപ്പയറാണേ. ഒരു പിടി അതിൻ്റെ ഇത്രയും മതി, നമ്മുടെ കൈ നിറച്ച് നിൽക്കും. ഒരു പിടി കണ്ടോ, ഒരു പിടി പയറ്. ആ ഒരു പിടി പയറിൽ 2 ഗ്ലാസ് വെള്ളം വയ്ക്കണം. 2 ഗ്ലാസ് വെള്ളം വെച്ച് നമുക്ക് വേവിക്കാം. ഇതിൽ നമുക്ക് ഒരു ശകല ഉപ്പ്, ആ കഷ്ണത്തിന് പിടിക്കാൻ വേണ്ടിയിട്ടൊരു ശകല ഉപ്പ്. ആ പരുവം എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം എല്ലാ കറികളും വയ്ക്കാൻ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെയും അറിയാം. ഇപ്പം നമ്മുടെ കുട്ടികൾക്കാണ് ഇപ്പോഴത് അറിയാത്തത്. പണ്ടുള്ള അമ്മമാർ ഇനി എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞിരുന്നാലും നിർബന്ധിച്ച് നമ്മുടെ കുട്ടികളെ പാചകവും കൂടെ പഠിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ പഠിത്തം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് രാവിലെ പോകണം, അത് കഴിഞ്ഞ് വന്നിട്ട് കുറേ ഹോംവർക്കായി, അസൈൻമെൻറ്റായി, സെമിനാർ, അങ്ങനെ കുറേ കാര്യങ്ങൾ. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ അതുപോലുള്ള ഹോംവർക്കും കാര്യങ്ങളും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ LKG തൊട്ട് തന്നെ നമ്മൾ ട്യൂഷന് വിടാൻ പറ്റുമെങ്കിൽ ട്യൂഷന് വിടാമെന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ടൈമില്ല. പിന്നെ ട്യൂഷനും കഴിഞ്ഞ് പിന്നെ പിള്ളേർ തളർന്നുറങ്ങും. അതിനിടയ്ക്ക് ഇതിന് ഇച്ചിരി ഉപ്പിട്, ഇതിന് ഇച്ചിരി പഞ്ചസാര ഇടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അപ്പോൾ അമ്മമാർക്കും കുറച്ച് കൂടുതൽ അയ്യോ എൻ്റെ മോൾ അങ്ങനെയല്ല, എൻ്റെ മോൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇച്ചിരി അരുത്തിച്ച് വളർത്തുന്നവരാണെങ്കിൽ പിന്നെ തീർത്തുമില്ല. പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ. അല്ലേ, ഇച്ചിരി മഞ്ഞൾപ്പൊടി. അപ്പോൾ അതുകൊണ്ട് അവരുടെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് ടൈമില്ല. അപ്പോൾ എല്ലാവർക്കും, നമുക്ക് വീട്ടമ്മമാർക്കും ഒരുവിധം എല്ലാവർക്കും പാചകം അറിയാം. പക്ഷേ ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനും പലരുടെയും വീഡിയോസ് യൂട്യൂബിൽ കണ്ട് പല കറികളും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ടും ഉണ്ടത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരു ശകലം മുളക് പൊടി. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ, അതൊക്കെ എന്ത് പറയാനിരിക്കുന്നു. പക്ഷെ നമുക്കറിയാവുന്ന പലതും പലർക്കും അറിയില്ല, അതാണ് സത്യം. അപ്പോൾ കഴിയുന്നതും നിങ്ങൾക്കറിയാവുന്ന ടിപ്സും നിങ്ങൾക്കറിയാവുന്ന വീഡിയോസും നിങ്ങളും ഷെയർ ചെയ്യാൻ നോക്കണം. അതുവഴി നമുക്കൊരു വരുമാനം ഉണ്ടാകും. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ, നമ്മളങ്ങ് ദൂരെ പോകണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഭാവിയിൽ നല്ലൊരു ഇൻകം ഉണ്ടാവും. ഇതൊരു മിനി ഇലക്ട്രിക് ചോപ്പറാണ്. അതായത് നമ്മുടെ കിച്ചണിലേക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യാനും ഒക്കെ എടുക്കുന്ന ഒരു മിനി ചോപ്പറാണിത്. വെജിറ്റബിൾ കട്ട് നമ്മുടെ കിച്ചണിലേക്ക് വെജിറ്റബിൾ കട്ട്, ഇപ്പോൾ തോരൻ, ഓമയ്ക്ക തോരൻ, എന്ത് തോരനാണെങ്കിലും എന്ത് തോരനൊന്ന് അത് കട്ട് ചെയ്ത് പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇതൊക്കെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് വെജിറ്റബിൾ ചോപ്പറാണ്. വളരെ ഈസി ആയിട്ട്, ഇത് ഞാൻ ഇതിനു മുമ്പും ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ പിന്നെയും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ പാചകം ചെയ്യുന്നവർക്ക് കുറച്ച് ഒരു വെളുത്തുള്ളി ഉരിച്ചത്, അല്ലെങ്കിൽ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞു തരാമോ, ഉള്ളി അരിഞ്ഞ്, നമ്മൾ സ്ഥിരം ഇത് പിള്ളേരുടെയൊക്കെ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ആരോടെങ്കിലും അടുത്ത് നിൽക്കുന്നവരുടെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോഴേക്കും നമുക്കൊരു ആക്ഷേപം കിട്ടും. അത് പാചകം ചെയ്യുന്നവർക്കറിയാം. എന്താ, ഒരു പാചകം ചെയ്യാൻ കയറി, അല്ലെങ്കിൽ അവൾ പാചകം ചെയ്യാൻ കയറി, അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്യാൻ കയറി, ഇനിയിപ്പോൾ അരിഞ്ഞ് കൊടുത്ത് പുറകിന് ഒരാൾ നടക്കണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതുപോലെ ഒരു സാധനം വാങ്ങിച്ചാൽ മതി. വേണ്ട, വെജിറ്റബിൾ ചോപ്പർ. ഇതിൻ്റെ പരസ്യമൊന്നുമല്ല, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വെറുത്തായിട്ട് തോന്നിയൊരു സാധനമാണ്. അത് നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ. ഇതിങ്ങനെ വയ്ക്കുക. ഇതിലൊരു വാഷറുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഈ വാഷർ ഇവിടെ ഇങ്ങനെ ഇടണം, ഇതിനകത്തിടണം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇതെപ്പോഴും ഊരി പോകുന്നതുകൊണ്ട് അത് എനിക്കൊരു അത്ര ഇതായിട്ട് തോന്നിയില്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഇത് നമ്മൾ പ്ലഗ് കൊടുത്തു, എന്നിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെച്ചു. കണ്ടോ, വളരെ അടച്ചു വെച്ചു. ഇനി ഈസി ആയിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ആര് കഴിയാനും വിളിക്കേണ്ട, ഒന്നും വിളിക്കേണ്ട. ഇതൊന്ന് നീക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി. താഴോട്ടൊന്ന്
നീക്കി നീക്കി ഇട്ട് കൊടുക്കണം. അതിനൊരു ചെറിയൊരു സ്പൂൺ എടുത്ത് വയ്ക്കണം, നിങ്ങൾ കൈ ഇടരുത്. വേണ്ട, ഇത് താഴോട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നീക്കി ഇട്ട് കൊടുത്ത്, ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 കൊച്ചുള്ളി, 15 കൊച്ചുള്ളിയോളം, ഒരു 7 വലിയ സൈസ് മുളക്, വേണ്ട ഇത് 7 വലിയ സൈസ് മുളക്, ഒരു 5-6 കാന്താരി. ഇഞ്ചി എന്ന് പറയുമ്പോൾ ചെറിയൊരു പീസ്, ഇത്ര ചെറിയൊരു പീസ് ഇഞ്ചി. ഇതാണ് ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ട്, സ്പീഡ് കൂടുതലും സ്പീഡ് കുറവും ഉണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ട് തരാം. പെട്ടെന്ന് ഓടി വന്ന് നമുക്ക് നേരത്തെ, പക്ഷെ കൊച്ചുള്ളിയൊക്കെ നമ്മൾ തലയ്ക്ക് ദിവസം എല്ലാം റെഡിയാക്കി ഉരിച്ച് വെച്ചാൽ നമുക്ക് വളരെ ഈസിയാണ്. ജോലിയില്ലാത്ത സമയം ചിലപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഉരിച്ചങ്ങ് വെക്കണം. അപ്പോഴത്തേക്കും പിന്നെ ഇത് വന്നിട്ട് കണ്ട് ഇതുപോലുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ പണി എളുപ്പമായി. കണ്ടോ കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് അരിയാനായിട്ട് സമയം എടുക്കണോ? വേണ്ട. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം. ഇനി പേസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാം. പേസ്റ്റ് പോലെ അത് മിക്സിയിൽ അരയ്ക്കുന്ന പോലെ അരയ്ക്കാൻ പറ്റത്തില്ല. ഇനി ഒന്നുകൂടെ പൊടിയണമെങ്കിൽ പൊടിക്കാം. ഇതിന് തൊട്ട് മുമ്പത്തെ പരുവത്തിന് വേണമെങ്കിലും നമ്മുടെ പരുവത്തിനൊത്ത് ഇത് ഗ്രൈൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ചൂട കിട്ടി. അത് മാവേലിക്കരയിൽ ചൂടയെന്ന് പറയും, തിരുവനന്തപുരത്ത് നെത്തോലി അങ്ങനെയൊക്കെ പറയും, അറിയാമല്ലോ. അപ്പോൾ അതിന് പരുവത്തിനുള്ള തേങ്ങ, അതായത് ഒരു ചെറിയ ഒരു അരമുറി തേങ്ങയുണ്ട്. നമുക്കിതിൽ മുളക് പൊടി കൂടുതൽ ചേർക്കണ്ട, ഒരു അത്രയും മതി. നിറച്ചൊരു ടേബിൾ സ്പൂൺ. മഞ്ഞപ്പൊടി സാധാരണ ഇടുന്ന പോലല്ല, ഒരിച്ചിരി, അതായത് ഒരു ചെറിയ ടീസ്പൂണല്ല, ടീസ്പൂണിലും ചെറിയൊരു സ്പൂണ്. ഒരുപാട് മഞ്ഞപ്പൊടി വേണ്ട. എന്നാലും സാധാരണ നമ്മൾ ഒരു നുള്ളു മഞ്ഞപ്പൊടി എന്ന് പറയുന്ന പോലെയല്ല, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു ചെറിയ ടീസ്പൂണിൻ്റെയും ചെറുത്. മല്ലിപ്പൊടി ഒരു മല്ലിപ്പൊടി വേണ്ടത്, നമ്മൾ മുളക് പൊടി നല്ല ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടതെങ്കിൽ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ. ഓക്കെ, ഇനി നമുക്ക് ഇത് നല്ലപോലെ അരയണ്ട. രണ്ടൊരു തോരൻ നമ്മൾ ചതച്ചിടുന്നതിനേയും കാട്ടി പരുവത്തിനാണ് വന്നത്. പക്ഷെ അതിലും ഒരു തൊട്ടടുത്ത സ്റ്റേജ്. ആയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. മതിയാവും. നല്ലതുപോലെ അരഞ്ഞിട്ടില്ല, എന്നാൽ തോരനെയും കാട്ടി ഒരു പരുവത്തിന്. കണ്ടല്ലോ ഈ പരുവം. നമ്മൾ ചൂട വയ്ക്കാൻ പോവാണ്. അതായത് നമുക്ക് കുറച്ച് ചൂടയും അത് മിക്സാണെന്ന്, അതായത് കരിഞ്ചാള മത്തി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ ഇരിക്കും, നല്ല മത്തിയല്ല, കരിഞ്ചാള മത്തി. ഇത് ഞാൻ വറുക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ 3-4 ഇടാം. എങ്ങനെ, ചൂടയും കരിഞ്ചാള മത്തിയും കൂടെ. ഇത് മുള്ള, ഈ കരിഞ്ചാള മത്തിക്ക് മുള്ള. അപ്പോൾ വറുക്കാനാണ് കൂടുതൽ കൊള്ളാവുന്നത്. ഇനി നമ്മുടെ മിക്സൊക്കെ ഇടുവാണ്.
അതായത് നമ്മളിതിൽ പച്ചമുളക് കണ്ടിച്ചല്ല ഇടുന്നത്. നമ്മളിതിൽ പച്ചമുളക് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അത് ഇങ്ങോട്ട് ഇടുവാണ്. കണ്ടോ, എത്ര ആ ക്വാണ്ടിറ്റി എല്ലാം ഇതിലിടുവാണ്. കണ്ടോ, സാധാരണ നമ്മളൊരു മീൻ ഇതുപോലെ പറ്റിക്കാൻ എടുക്കുന്ന ഒരു 2-3 കൊച്ചുള്ളി, ഒരു 3-4-5 മുളക് കീറിയിടും. അങ്ങനെയൊക്കെയാണ് സാധാരണ. കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് അരപ്പിടാം. നമ്മൾ മിക്സിയിൽ അരച്ച അരപ്പ് ഇടുവാണ്. ഇനി നമുക്ക് ഉപ്പിടാം. പിന്നെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള ഉപ്പിടാൻ അറിയാം, എന്നാലും ഇത് പോരാ. 1 ടേബിൾ സ്പൂൺ ഉപ്പെങ്കിലും വേണ്ടി വരും. പോരെങ്കിൽ പിന്നെ ഇടാമല്ലോ. ഇനി അടുത്ത നടപടി, നല്ല വെളിച്ചെണ്ണ. വേണ്ടേ, ഇത് ടേബിൾ സ്പൂൺ അല്ല, അതിലും വലിയ സ്പൂണാണ്. ആ 1 സ്പൂൺ ഒഴിച്ചു. ഇനി ഇത് മിക്സ് ചെയ്യുവാണേ. ഉടയ്ക്കരുത്, കാരണം ഇങ്ങനെ ഞെവിടരുത്. ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ മതി കൈ കൊണ്ട്. ഇത് അങ്ങനെ എന്തോ വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കലക്കി വെച്ചാൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷെ അതല്ലല്ലോ, എല്ലാത്തിനും ഒരു സ്റ്റൈലില്ലേ. ഓക്കേ, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയിൽ വെള്ളം കലക്കി അത് ഒരുപാട് വെള്ളത്തിൽ നമ്മൾ കലക്കണ്ട. ഇതങ്ങ് നല്ലപോലെ പറ്റിയിരിക്കണം, ചാറാക്കി എടുക്കാനുള്ളതല്ല. ഇതിന് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരുപാട് ചുമന്നുള്ള മുളകും വേണ്ട, ചാറായിട്ടിരിക്കണം. ഇനി ഒരു സംഭവം കൂടെ ഇടാനുണ്ട്. പുളി, തോട്ടുപുളിയാണ് ഇതിനിടുന്നത്, പിഴിപുളിയല്ല, തോട്ടുപുളി. അതിൻ്റെ ഇത്ര എണ്ണം, ഒരു 2-2.5 പുളി കീറിയതാണിത്. അത് നമുക്ക് ഇതിൻ്റെ പരുവത്തിനിടുമ്പോൾ അറിയുന്നുണ്ട് എല്ലായിടത്തും ഓരോന്ന്. ഈ പുളിയുടെ പരുവം നമ്മളിപ്പോൾ എങ്ങനെ മനസ്സിലാക്കും? എല്ലായിടത്തും എല്ലാ സൈഡിലും ഓരോന്നിടണം. കണ്ടോ, ഇവിടെ അപ്പം എല്ലായിടത്തും പുളി ഇടണം. അപ്പം നമുക്ക് പുളിയുടെ ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, എല്ലാ സൈഡും നമ്മൾ ഇതൊരു ചെറുത്, വലുതൊക്കെ ഒരിടത്തിട്ട് കഴിഞ്ഞാൽ ഒരിടത്ത് ചെറുത് ഇടണം. അപ്പോഴത്തേക്കും ഇപ്പം എല്ലായിടത്തും പുളിയായില്ലേ. ഇതിപ്പോൾ ഏകദേശം ഒരാൾക്ക് പുളി കുറച്ച് മതി, അല്ലെങ്കിൽ പരുവത്തിന് മതി. പുളി മുമ്പിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള പുളിയല്ല ഇത്. നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ. അപ്പം ഈ ക്വാണ്ടിറ്റി മനസ്സിലാക്കി ചെയ്യുക. കണ്ട, ഈ വെള്ളം മതി. അതായത് കണ്ടല്ലോ, ഒരുപാട് വെള്ളമില്ല. ഈ വെള്ളം ഇതങ്ങോട്ട് ഇറക്കി വയ്ക്കാം. വേപ്പിലേക്ക് കൂടെ അതിൻ്റെ പുറത്തിങ്ങനെ ആദ്യം നമ്മൾ ഇട്ടായിരുന്നു ഇളക്കാൻ നേരത്ത്. അതും ഓക്കെ. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് മീൻ പീര, നെത്തോലി പീര എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പീര ഇങ്ങനെയല്ല, ഒന്നുകൂടെ മഞ്ഞ കളറാണ്. ഇതൊരു ഓറഞ്ച് കളറാണ് വന്നേക്കുന്നത്. അത് പീര വയ്ക്കുന്നത് ഒന്നുകൂടെ മഞ്ഞ കളറ്. ഇത് പറ്റിച്ചത്, നെത്തോലി പറ്റിച്ചത് പറയാം. നെത്തോലി പീര പറ്റിച്ചതെന്ന് പറയാം. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു 3-4 കരിഞ്ചാള മത്തിയും, 1, 2, 3, 4, 5, 6, 7 കരിഞ്ചാള മത്തിയും, കുറച്ചൊരു 5-8 ചൂടയും കൊണ്ട് അതിന് പെട്ടെന്ന് നമുക്ക് വറക്കാൻ അരയ്ക്കാനൊന്നും നിൽക്കണമെന്നില്ല. ഇത് വലിയ കഷ്ണമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഉണ്ട് ഉപ്പ് പരുവത്തിന്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. പരുവത്തിന് ഇടുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഞാനിതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. മഞ്ഞപ്പൊടിയിൽ ഇച്ചിരി കൂടുതലിട്ടോളൂ. പക്ഷേ ഇതിന് കുരുമുളക് കൂടുതലിടണം കേട്ടോ. നമ്മൾ കൂടുതൽ അരയ്ക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കുരുമുളക് കൂടുതലിട്ടോണം. 1 ടേബിൾ സ്പൂൺ മുളക്,
1 ടീസ്പൂൺ മുളക്. അപ്പം 1 ടേബിൾ സ്പൂണും 1 ടീസ്പൂണും ആയി. നമ്മൾ വെളുത്തുള്ളി ചതയ്ക്കുന്നില്ല, ഇഞ്ചി അരച്ച് ചേർക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത് പെട്ടെന്ന് ഒരു മെത്തേഡാണ്. ഞാൻ സാധാരണ മീൻ വറക്കുന്നത് ഇങ്ങനെയല്ല, ഇത് പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണേ. നിങ്ങളോട് പറയാമല്ലോ, തുറന്നു പറയുന്നതിൽ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ കരിഞ്ചാള മത്തിക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ മറ്റേതുപോലെ കലാപരമായിട്ടൊന്നും ചെയ്യണമെന്നില്ല. കരിഞ്ചാള മത്തിക്കും ചൂടയ്ക്കും ഇതിപ്പോൾ ഇച്ചിരി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ ഒന്നും മെനക്കെടാത്തത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഭാഗം ഞാൻ യൂസ് ചെയ്യണം. ഈ റൗണ്ട് ഞാൻ യൂസ് ചെയ്തില്ല, ഇതിൽ വരുന്നത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് കളയാതെ വെച്ചേക്കുന്നത്. തൽക്കാലം കുറച്ച് മീനൊക്കെ വറുക്കാനായിട്ട് പറ്റുമല്ലോ. ഒരു മുട്ട പൊരിക്കാം. ഒരിച്ചിരി എണ്ണ വേണം. ഈ എണ്ണ ബാക്കി വന്നോളും. നല്ല തിളച്ച എണ്ണയിലോട്ട് മീൻ വറുത്ത് കോരണം. അപ്പം നമുക്ക് അധികം എണ്ണ ആവത്തുമില്ല. പക്ഷെ ഇതിങ്ങനെ ഇവിടെ വെക്കാൻ പറ്റുള്ളൂ ഗ്യാസിൻ്റെ, കേട്ടോ. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ ഇരിക്കുന്നത്. ഇത് പുറത്തെ അടുക്കളയാണ്. ഇനി ഗ്യാസ് സ്റ്റൗ മാറ്റണം, കാരണം അതുപോലെ ഇത് കേടായിപ്പോയി. നമ്മുടെ കറി ആയത് നോക്കാം. പരുവമായി, കണ്ടോ. ആ വെച്ച വെള്ളം നമ്മൾ വെച്ചത് ഈ പരുവത്തിന് പറ്റി. ആ സൈഡ് കണ്ടറിയാമല്ലോ. ഇപ്പം ഇത് പരുവത്തിന് വെന്തു. ഇനി തൊട്ട് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ ഈ കറിക്ക് ആവശ്യമായ തേങ്ങയാണ് ഈ എടുക്കുന്നത്. 1/2 മുറി തേങ്ങ. ഒരു ചെറിയ കൊച്ചുള്ളി. നമ്മൾ നേരത്തെ മുളക് പൊടി ഒന്നിട്ടായിരുന്നു കാര്യത്തിന്. അച്ചങ്ങയിൽ ഒന്ന്, അച്ചങ്ങ എന്ന് പറഞ്ഞാൽ പയറിൽ ഒന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുളകിട്ടായിരുന്നു. എന്നാലും മഞ്ഞൾപ്പൊടി ഒരിച്ചിരി ഇടണം. മുളക് പൊടി വലിയ രീതിയിൽ നേരത്തെ ഇട്ട പോലെ ഇടണ്ട. എന്നാലും അരപ്പിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്, ഇത് ടേസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അരപ്പിനൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള മുളക് പൊടി ഇത്രയും നമ്മൾ ഇടുന്നുള്ളൂ. കൊച്ചുള്ളിയാണ് ഇതിൻ്റെ ചേരുവ. വേറെ ജീരകമില്ല, വെളുത്തുള്ളിയില്ല, ഒന്നുമില്ല. ഇനി നമ്മൾ അരയ്ക്കുന്നു. നല്ലപോലെ ഇത് ഞാൻ വെള്ളം ഒഴിക്കാതാണ് അരച്ചത്. ഇനി വെള്ളം ഒഴിക്കണം. ഓക്കെ. ഇനി പണ്ടുള്ള അമ്മമാര് അരയ്ക്കാൻ നേരത്ത് അവർ ടേസ്റ്റിന് ഇച്ചിരി കറിവേപ്പിലയും കൂടെ വെച്ച് ലാസ്റ്റ് അരയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളത് മിക്സിയിലും ചെയ്യണം. ഒന്ന് വലിയ രീതിയിൽ അരയണ്ട, ഒന്ന് അതിൻ്റെ ഒരു മണം വരാൻ. ഓക്കെ, നമ്മുടെ ഇത് അരഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അരപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കറിവേപ്പില ഇത് കിടക്കുന്നുണ്ട്. ഈ രീതിയിൽ ആയാൽ മതി, അരയണ്ട. നല്ല മഷി പോലെ അരഞ്ഞു. അരപ്പിൽ വെള്ളം നമ്മൾ ചേർക്കേണ്ടത് ആലോചിച്ചിട്ട് വേണം കലക്കി ഒഴിക്കാൻ. കറിക്ക് ഒരുപാട് മഞ്ഞ കളറും വേണ്ട, ചുവന്ന കളറും വേണ്ട. ഇതാണ് ആ കറിയുടെ ടെക്സ്ചർ. ഇനി നമുക്കിത് തിളപ്പിക്കാം.
നമ്മുടെ മീനായോ നോക്കണ്ടേ. ഈ പരുവമായി. ഇതാണ് പരുവമാണ്. ഇനി ഉപ്പും പുളിയൊക്കെ നോക്കാം നമുക്ക്. അടിപൊളി. ഒരു ശകലം എണ്ണയും കൂടെ. ഇത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ മീന് ചൂട പറ്റിച്ചത് റെഡിയായി. ഡിയർ ഫ്രണ്ട്സ്, പുളി പരുവമാണ്. പുളി പരുവ. ഓക്കെ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എണ്ണ ബാക്കി കാണുമെന്ന്. ഇതേ നമ്മുടെ കറി താണ്ട് ഇങ്ങനെ തിളയ്ക്കണം. പരുവായേ. പരുവായി. ഇനി അടുത്ത പൊടിക്കൈ, അടുത്ത ടിപ്പ്. ആവശ്യത്തിന് കടുക്. അത്രേ ആവശ്യമുള്ളൂ. ഒരുപാട് കടുക് വേണ്ട കേട്ടോ, അതും ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. കറിക്കൊരു എരിവൊക്കെ വേണമല്ലോ, അതിനാണ് ഇത്രയും മുളക് ഇടുന്നത് കേട്ടോ. ഇനി നമ്മളുടെ ഇതണ്ടേ, സാധാരണ കടുക് വറുക്കാൻ നേരത്ത് നമ്മൾ 2-3 കൊച്ചുള്ളിയല്ലേ ഇടുകയുള്ളൂ. 2-3 കൊച്ചുള്ളിയോ 3-4 കൊച്ചുള്ളിയോ ഒക്കെ. പക്ഷെ ഇതല്ല, കൊച്ചുള്ളി ഒരു ഇച്ചിരി കൂടുതലിടണം. ചെറിയ കൊച്ചുള്ളി ഒരു 5 എണ്ണം അരിഞ്ഞതാണിത്. കൂടുതൽ വേണ്ട, അത് കൊച്ചുള്ളി തോരനായി പോട്ടില്ലേ. ഒരു 5 എണ്ണം അരിഞ്ഞ. ഇത്രയും കടുക് വറുക്കാനായിട്ട് അല്ലെങ്കിൽ താളിക്കാൻ ഇത്രയും എണ്ണ ഒഴിക്കുന്നത് എന്താ നിങ്ങൾ എല്ലാവരും വിചാരിച്ച് കാണും. കണ്ടോ, ആ ഉള്ളിക്ക് പരുവത്തിനുള്ള എണ്ണയേ ഉള്ളൂ, കൂടുതലില്ല. ഇതൊരു ഗോൾഡൻ കളറാവണം, പച്ച കാണരുത്, ഗോൾഡൻ കളറാവണം. എന്താ അതിൻ്റെ ഗുണം എന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുമോ? ഞാൻ തന്നെ ഉത്തരവും പറയാം. ഇങ്ങനൊന്ന് താളിച്ച് നോക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. നിങ്ങൾ ഇങ്ങനൊന്ന് താളിച്ച് നോക്കാം. ആ കറിയുടെ മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത മണമായിരിക്കും. അത് ഈ കറിയിൽ നിന്ന് മാത്രം, ഈ നമ്മുടെ പയറ് കറിയിൽ നിന്ന് മാത്രമല്ല, ഏത് കറിയാണേലും ഒരു രക്ഷയും കാണത്തില്ല. കരിവേപ്പില ഇട്ട് ഇപ്പം പരുവമായിട്ടുണ്ട്. നമുക്കിത് എടുത്തൊഴിക്കുന്നത് ഭേദം ഈ കറി ഇങ്ങോട്ടൊഴിക്കും. ഈ കറി ഉണ്ടോ, മണം വന്നു. അയ്യോ, ഇതങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ചോറുണ്ണാൻ നേരത്തെ എടുക്കണം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഞാനും മറന്നുപോയി. അപ്പുറത്തെ അടുക്കളയിൽ വെച്ചേക്കുമായിരുന്നു മീനൊക്കെ. ക്യാമറയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന തിരക്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം വിട്ടുപോയി. നിങ്ങൾ മറക്കല്ലേ. എന്താണെന്നറിയോ, ഇത്രയും കറിക്ക് തണ്ടേ ഈ വലുപ്പത്തിന് പുളി ചേർക്കണം.
ഇല്ലെങ്കിൽ യാതൊരു ടേസ്റ്റും ഇല്ല. പക്ഷേ ഇപ്പം നമ്മൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ കണ്ടോ, ഈ പുളി ഇത്രയും വെള്ളം മതി. ഇന്ന് എന്നെ ചേട്ടൻ കൊന്നേന് ഈ കറി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. വേണ്ടേ, ഇതുകൂടെ ആവുമ്പോഴേ നമ്മുടെ കറിക്ക് പൂർണ്ണത വരുന്നുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ കടുക് വറുക്കുന്നതിന് മുമ്പ്, അതായത് താളിക്കുന്നതിന് മുമ്പ് വേണം കൂട്ടുകാരെ ചെയ്യാൻ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. പക്ഷെ ഇനി ഇതൊന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. അവിടെ കറിവേപ്പിലയും കൂടെ നമുക്കിടാം. വേണമെങ്കിൽ ഇച്ചിരി കൂടെ ലൂസാക്കാം, എന്നാലും വേണ്ട, ഇത്രയെങ്കിലും കട്ടി വേണം. ഈ പാത്രത്തിൽ എന്താ, ഇതാണോ ഇഷ്ടം? ഇതാ ഇഷ്ടം. ഇതാ ചെറുപ്പത്തിലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിലേ ഇതുണ്ടോ? ഞാൻ എനിക്ക് അറിവുള്ള കാലം തൊട്ട്. പയറ് കറി ഞാൻ പറഞ്ഞതുപോലെ എണ്ണ നിറച്ചൊഴിച്ച് വറുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എണ്ണ ഇല്ലാതെ നമുക്ക് എടുക്കാം. കൊച്ചുമീനൊക്കെ നമ്മുടെ ചൂട ഒഴിക്കട്ടെ. ചേട്ടനൊരു കുഴപ്പമുണ്ട്, ഉപ്പില്ലെങ്കിൽ ഉപ്പില്ലെന്ന് പറയും, മുളകില്ലെങ്കിൽ മുളകില്ലെന്ന് പറയും. എന്നാൽ എല്ലാം കൊള്ളാമെങ്കിൽ ഇന്ന് വരെ അഭിപ്രായം ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഉപ്പില്ലെന്നും എരിവില്ലെന്നും പറയാത്ത സ്ഥിതിക്ക് അതിലെല്ലാം ഉണ്ടെന്ന് വിചാരിക്കും. കൊള്ളരുതാത്തതാണേ അതല്ലല്ലോ, എല്ലാ ഭാര്യമാർക്കും ഒരാഗ്രഹം ഇല്ലേ? ഭർത്താവിന് ആഹാരം കൊടുത്തു കഴിയുമ്പോൾ അവർ കഴിച്ചു കഴിഞ്ഞിട്ട് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് കേൾക്കണോ എന്നുള്ളൊരാഗ്രഹം എല്ലാ ഭാര്യമാർക്കും ഉണ്ടാവും. ഭർത്താക്കന്മാരെന്താ അത് മനസ്സിലാക്കുന്നത്? എല്ലാം കൊള്ളാം. എന്നാ മറ്റേ പറ്റിച്ചത് എങ്ങനെയുണ്ട്? മീന് പറ്റിച്ച എല്ലാം പാകം, എല്ലാം പരുവത്തിനുണ്ട് ഉണ്ട്. അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞില്ല. ശരി, കറിയോ? കറിയുന്നല്ല, സൂപ്പറാണോ? സൂപ്പർ. പിന്നെ മീൻ വറുത്തത്, അത് സാധാരണ വറുക്കുന്ന പോലെയല്ല, നമ്മൾ ചെറിയ മീനായിട്ട് മുള്ളുള്ളതുകൊണ്ട് അത് നല്ല ക്രിസ്പി ആയിട്ടാണ് വറുത്തത്. എണ്ണയിൽ കോരി എടുക്കുമായിരുന്നു, അതുകൊണ്ട് അത് എണ്ണയില്ല. കൊള്ളാം, ഉറപ്പാണോ? ഉപ്പോ? ഉപ്പെല്ലാം പരുവത്തിനുണ്ട്. ഉണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. കടുക് വറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച, അയ്യോ പുളി പിഴിഞ്ഞില്ലല്ലോ എന്ന്. അവർ രണ്ടാമത് പുളി പിഴിഞ്ഞൊഴിച്ചതാ. കുഴപ്പമില്ലല്ലോ. ഇല്ല. ഇത് വേറെ സ്റ്റൈലിലായിരുന്നു മീൻ വെച്ചത്. നമ്മൾ പീര പറ്റിക്കുന്ന പോലെയല്ല, എന്നാലും മുളക് ഇതിൽ കണ്ടിച്ചിട്ടിട്ടില്ല. മുളക് ഇങ്ങനെ ഗ്രൈൻഡറിൽ മറ്റേ ചോപ്പറുണ്ടല്ലോ അതിൽ ചെയ്തെടുത്ത. അപ്പോൾ എന്താണ് എൻ്റെ ഫ്രണ്ട്സിനോട് എന്തോ പറയാനുള്ളത്? ഇതെല്ലാം നല്ല കറികളും എല്ലാം ആണ്. ഇതുപോലെ ട്രൈ ചെയ്യണം അവർ.
അപ്പോൾ ഇനി ഒന്ന് പറഞ്ഞേ അവരോട് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞേ. എല്ലാം നമ്മളെ വീഡിയോസ് എല്ലാം കാണുക. ഇതിൽ നോക്കി എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസ്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീണ്ടും അപ്പം ബൈ. വീണ്ടും കാണാം. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ ബൈ. ബൈ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഡിയർ ഫ്രണ്ട്സ്. അതുവരേക്കും ഒരു ബ്രേക്ക്.